രാജ്യത്തെ യുവാക്കളിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി വർദ്ധിച്ചതായി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട്. തൊഴിൽ രഹിതമായ ഇന്ത്യക്കാരിൽ 83% യുവാക്കളാണെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് അടക്കം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഏറ്റവും മോശം തൊഴിൽ സാഹചര്യങ്ങളെന്നും റിപ്പോർട്ട്. അതേസമയം 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന പ്രചാരണം വിഡ്ഢിത്തരമാണെന്ന് RBI മുൻ ഗവർണർ രഘുറാം രാജൻ ചൂണ്ടിക്കാട്ടി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ചേർന്ന് നടത്തിയ പഠന റിപ്പോർട്ടിലാണ് രാജ്യത്തെ യുവാക്കളിൽ തൊഴിലില്ലായ്മ രൂക്ഷമെന്ന യാഥാർത്ഥ്യം പുറത്തുവരുന്നത്. 2024 ഇന്ത്യൻ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് പ്രകാരം തൊഴിൽ രഹിതരായ ഇന്ത്യക്കാരിൽ 83% യുവാക്കളാണ്. സെക്കൻഡറി മുതൽ ഉന്നത വിദ്യാഭ്യാസമുള്ള യുവാക്കളിൽ തൊഴിൽ രഹിതരുടെ അനുപാതം 2000-ൽ 35.2% 2022-ൽ 65.7% ഇരട്ടിച്ചു. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലും ഒഡീഷ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലുമാണ് ഏറ്റവും മോശം തൊഴിൽ സാഹചര്യങ്ങളുള്ളതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കോവിഡിന് ശേഷം സ്ഥിരം ജീവനക്കാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേതനം വർദ്ധിച്ചിട്ടില്ല. 2022-ൽ അവിദഗ്ധ തൊഴിലാളികൾക്കിടയിൽ മിനിമം വേതനം പോലും ലഭിച്ചിട്ടില്ല. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രാദേശികമായ അസമത്വങ്ങളും യുവാക്കളെ തൊഴിൽ രഹിതരാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. തൊഴിൽ മേഖലയിലെ ലിംഗവ്യത്യാസം വിദ്യാസമ്പന്നരായ യുവതികൾക്കും വെല്ലുവിളിയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന സാമൂഹിക അസമത്വങ്ങളും മറ്റൊരു കാരണമാണ്. പ്രതിവർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന നരേന്ദ്രമോദിയുടെയും BJPയുടെയും പ്രഖ്യാപനം പാഴ്വാക്കായി മാറിയെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ പഠന റിപ്പോർട്ട്. അതേസമയം 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന മോദിയുടെ പ്രചരണം വിഡ്ഢിത്തമാണെന്ന് RBI മുൻ ഗവർണർ രഘുറാം രാജൻ ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഈ ഹൈപ്പ് വിശ്വസിക്കുന്നു എന്നതാണ്. ഈ വിശ്വാസത്തിന് ഇന്ത്യ കീഴടങ്ങുന്നത് ഗുരുതരമായ തെറ്റാണെന്നും രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രഘുറാം രാജൻ തുറന്നടിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.